പലരുടെ സംശയമാണ് ഹാൻഡ് ബ്രേക്ക് ഇട്ട് എങ്ങനെയാണ് കയറ്റത്തിൽ നിന്ന് എടുക്കുന്നത് എന്നുള്ളത്, നിർത്തിയെടുക്കുന്നത്. ഇപ്പോൾ കയറ്റം കയറിക്കൊടുത്ത് നല്ല കയറ്റം കേട്ടോ. കയറ്റം കയറിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും എതിരെ ഒരു വണ്ടി വരുമോ അല്ലെങ്കിൽ യാദൃശ്യമായിട്ടൊന്ന് നിർത്തേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എടുക്കുക എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ എങ്ങനെ കയറ്റം എടുക്കുമല്ലേ? നിന്ന് പോവോ? ആൾക്കാർ കളിയാക്കുവോ? ഓക്കെ ഓക്കെ ഓക്കെ. കയറ്റത്തിന് നടുക്കൊണ്ട് നിർത്തുവാണ്. നല്ല കയറ്റം കേട്ടോ. ഫസ്റ്റ് കയറിയിട്ടാണ് കയറുന്ന. നല്ല രീതിക്ക് കയറ്റം ഉണ്ടോ, നല്ല ഫ്ലൈറ്റ് ആയിരിക്കുന്ന പോലെ. അപ്പം ഇപ്പോൾ ഇവിടെ കയറ്റത്തിൻ്റെ മധ്യഭാഗത്താണേ. വണ്ടി ന്യൂട്രാണോ അപ്പം? ഫസ്റ്റ് ഗിയറിലാണ് ഇപ്പം ന്യൂട്രൽ. നിന്ന് എടുത്തേ പറഞ്ഞു തരണേ കേട്ടോ. നമ്മുടെ പിള്ളേർക്ക് വേണ്ടി പറഞ്ഞു തരണേ. നമ്മൾ ബ്രേക്ക് ചെയ്ത് കാലിങ്ങനെ പതുക്കെ അയക്കണം, വണ്ടി പുറകോട്ട് ഉരുളും നല്ല രീതിക്ക്. ഉരുളുന്നുണ്ട്. ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ ഉരുളും. അപ്പൊ നമ്മള് ഹാൻഡ് ബ്രേക്ക് ഇട്ട് എടുക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഹാൻഡ് ബ്രേക്ക് വലിച്ചു വെക്കുക. ഹാൻഡ് ബ്രേക്ക് വലിച്ചു വെച്ചു. എന്നിട്ട് ഇപ്പൊ ഹാൻഡ് ബ്രേക്ക് നമ്മൾ ബ്രേക്കിന് ശകലം അയച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഹാൻഡ് ബ്രേക്കിന്റെ പിടുത്തം അറിയാൻ പറ്റും. വണ്ടി ഒന്ന് കണ്ടോ? ഇപ്പൊ ഹാൻഡ് ബ്രേക്ക് കൊണ്ടു. എന്നിട്ട് നമ്മള് പിന്നെ ചെയ്യാനുള്ള നമ്മൾ സാധാരണ വണ്ടി ഫസ്റ്റ് ഗിയർ ആയിട്ട് എടുക്കുന്ന പോലെ തന്നെ ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുത്തു. എന്നിട്ട് പിന്നെ നമ്മള് ക്ലച്ച് പതുക്കെ അയക്കുകയാണ്. നമ്മുടെ ആ ബൈറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കാനാണ്. ക്ലച്ച് കൊള്ളിച്ച് നിർത്തുവാണ്. അത് തന്നെ, ക്ലച്ച് കൊള്ളിച്ച് നിർത്തുക. അപ്പൊ നമ്മളിങ്ങനെ പതുക്കെ കാല് അയച്ചയച്ചു കൊണ്ടിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ബൈറ്റിംഗ് പോയിന്റ് എത്തുമ്പോഴത്തേക്കും വണ്ടി പതിയെ ക്ലച്ച് പതുക്കെ കൊള്ളിക്കുക. അപ്പൊ പിന്നെ നമ്മള് ആ ബൈറ്റിംഗ് പോയിന്റ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മള് ബ്രേക്കിൽ നിന്ന് പതിക്കെ കാല് അങ്ങോട്ട് എടുക്കും. എടുത്തു. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കണ്ടോ? ഇപ്പൊ കണ്ടോ? അതുണ്ടോ? ഇപ്പൊ ക്ലച്ച് മാത്രമാണ് വണ്ടി നിൽക്കുന്നത്. ക്ലച്ചിലും ഇപ്പൊ ഹാൻഡ് ബ്രേക്ക് ഇട്ടേക്കോ. ഇനി ഈ ഒരു പോയിന്റ് ആണ് എല്ലാവർക്കും അറിയത്തില്ലാതെ. ഇനിയിപ്പോ നമ്മുടെ ബ്രേക്ക് പുറകോട്ട് ഉള്ളുന്നുള്ള ടെൻഷൻ ഇല്ലല്ലോ. ഇല്ല, പുറകോട്ട് ഉരുണ്ട് ഫ്രീ ആയി. പിന്നെ നമ്മള് പയ്യ ഈ ബൈറ്റിംഗ് പോയിന്റ് തന്നെ ക്ലച്ച് വെച്ചേക്കുക. അവിടുന്ന് ഒട്ടും മുകളിലേക്ക് വരുന്നില്ല. അപ്പൊ ആ പോയിന്റ് നമ്മൾ പതുക്കെ ആക്സിലേറ്റർ കൊടുക്കുക. കണ്ടോ? ഇങ്ങനെ വണ്ടി റേസ് ആവും. ഇവിടെ RPM കേറുന്നതാണ്. അപ്പൊ അങ്ങനെ ആ കൃത്യ ആക്സിലേറ്റർ കൊടുത്ത് ആ ഒരു പോയിന്റില് പതുക്കെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക. കണ്ടോ? എന്നിട്ട് ബാക്കിയുള്ള ക്ലച്ച് അങ്ങ് റിലീസ് ചെയ്യുന്നു. കണ്ടോ? ക്ലച്ച് അങ്ങ് വലിച്ചു അല്ലേ? എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരുപാട് ആളുകൾ ചോദിച്ച ഒരു സംശയം കേട്ടോ. കാറേലാണ് ചെറിയൊരു ഇറക്കമുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ലോറിയായിട്ട് ഈ ഒരു വീഡിയോ ചെയ്ത് കാണിച്ചായിരുന്നു. ഈ ഇറക്കത്തിൽ വണ്ടിയുടെ ഗിയർ സ്കിപ്പ് ചെയ്യാവുമെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ലോറി വെച്ച് കാണിച്ചായിരുന്നു. അപ്പം ലോറിയിൽ ഞാൻ നമുക്ക് നല്ല ഇറക്കമൊക്കെ ആണെങ്കിൽ കാലിയൊക്കെ ആണെങ്കിൽ തേർഡ് ഗിയർ വരെയൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ, ലോഡ് വണ്ടിയാണെങ്കിൽ അങ്ങനെ ചെയ്യരുത്, പരീക്ഷിക്കരുത്, ഫസ്റ്റ് ഗിയർ തന്നെ തീർച്ചയായിട്ടും ഇറങ്ങണം. അപ്പോൾ കാറാണ് നമുക്ക് ഇവനോട് ചോദിക്കാം, ഡാനിയോട് ചോദിക്കാം. ഡാനി, ഇതിപ്പോൾ ഇറക്കത്തെ കിടക്കുമല്ലേ? അപ്പോൾ ഇതിപ്പോൾ വണ്ടി ന്യൂട്രലാണ്. അപ്പോൾ ഈ ഇറക്കം നിനക്ക് പോകണമെങ്കിൽ ഫസ്റ്റ് ഗിയർ വേണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല, നിർബന്ധമൊന്നുമില്ല. വണ്ടിക്കകത്ത് ആൾക്കാരുണ്ടെങ്കിലോ? വണ്ടിക്കകത്ത് ആൾക്കാരുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഗിയർ ഉണ്ടാവും. അപ്പൊ നല്ല ഇറക്കമൊക്കെ ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഗിയർ ഇടണം നിർബന്ധമൊന്നുമില്ല. അതിപ്പോ കാറാണെങ്കിലും ലോറി ആണെങ്കിലും ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിലും വണ്ടിയുടെ ലോഡ് അല്ലെങ്കിൽ വെയിറ്റ് അനുസരിച്ച് നമ്മൾ അതിനനുസരിച്ചുള്ള ഗിയർ. ഇപ്പോ ലോറിയുടെ ലോറി ആണെന്നുണ്ടെങ്കിൽ കാലിവണ്ടി ആണെങ്കിൽ നമുക്കൊരു തേർഡ് അല്ലെങ്കിൽ ഇറക്കം അനുസരിച്ച് സ്മൂത്ത് ആയിട്ടുള്ളൊരു ഗിയർ നമുക്ക് ഇട്ടുപോകാൻ പറ്റും. പക്ഷെ ലോഡ് ഉണ്ടെങ്കിൽ അങ്ങനെ സ്മൂത്ത് ആയിട്ടുള്ള ഗിയർ ഇടാൻ പറ്റത്തില്ല. ഫസ്റ്റ് അല്ല സെക്കൻഡ് കൊടുത്ത് തന്നെ കൊടുത്തിട്ട് ഇറങ്ങണം. നല്ല ഇറക്കമാണ്. കാറും അതുപോലെ തന്നെ വ്യത്യാസമൊന്നും വരുന്നില്ല. നമുക്ക് വണ്ടിയുടെ വെയിറ്റ് അനുസരിച്ച് വ്യത്യാസം വരും. തെറ്റൊന്നുമില്ല. ഇല്ല, തെറ്റൊന്നുമില്ല. നമുക്ക് ഇപ്പൊ ഇതിപ്പോ സെക്കൻഡിലിട്ട് പയ്യെ അങ്ങ് ഇറങ്ങിപ്പോവാം. വലിയ വീതി ഒന്നും ഇല്ലാത്ത വലിയ ജോയിന്റ് പ്രശ്നങ്ങളൊന്നുമില്ല. വലിയ വഴിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ചെറിയ വഴിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഗിയർ കൊടുത്തിറങ്ങിപ്പോകും. ഇതിപ്പോ ഇച്ചിരി വീതി കുറഞ്ഞ വഴിയാണ്. അതുകൊണ്ട് നമ്മൾ അതൊക്കെ സിറ്റുവേഷൻ ആണ് അല്ലേ? സിറ്റുവേഷൻ അനുസരിച്ച് അതെല്ലാം മാറ്റം വരും. അതിപ്പോ സെക്കൻഡ് ഇട്ടെന്ന് പറഞ്ഞാലും അവിടെ കണ്ടോ കുഴി വന്നപ്പോഴത്തേക്ക് നമ്മള് ചവിട്ടി ഇറങ്ങി. അന്നേരം നമ്മള് ഫസ്റ്റ് കൊടുത്തു ഇറങ്ങേണ്ട വന്നു. അപ്പൊ അത് ഈ കാർ ഓടിക്കുന്ന പലർക്കും ഇങ്ങനെ സംഭവം അറിയത്തില്ല. അവര് കട്ടർ വന്നാലും ക്ലച്ച് ഒന്നും ചവിട്ടത്തില്ല, അടിച്ചു വിട്ടങ്ങ് പോകത്തേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ കട്ടറൊക്കെ ഉണ്ടെങ്കിൽ ക്ലച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് താഴ്ത്തി കൊടുക്കുവാണെങ്കിൽ വണ്ടിക്ക് വളരെ നല്ലതായിരിക്കും. ശരിയല്ലേ? അതെ, ചവിട്ടുമ്പോ പക്ഷെ കംപ്ലീറ്റ് ക്ലച്ച് ചവിട്ടി ഇറങ്ങുക. കംപ്ലീറ്റ് ചവിട്ടി ഇറങ്ങുക. വണ്ടിയുടെ ക്ലച്ച് ഡിസ്കും അങ്ങനെ ആക്സില് മൊത്തം എല്ലാ പാർട്സുകൾക്കും നല്ലതായിരിക്കും. ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിലും നമ്മള് ക്ലച്ച് ഒരിക്കലും ഹാഫ് ക്ലച്ച് വെച്ചോണ്ടിരിക്കരുത്. ഒരു മിനിമം സെക്കൻഡ് അതിൽ കൂടുതൽ നമ്മൾ ഹാഫ് ക്ലച്ച് വെച്ച് ഇങ്ങനെ ഇരപ്പിച്ചോണ്ടിരിക്കുമ്പോഴാണ് എല്ലാം കംപ്ലൈന്റ് ആവുന്നത്.
അതിപ്പോ എടുക്കാനുള്ള ഒരു ടൈം ഉണ്ടല്ലോ, അതിൽ കൂടുതൽ ഒരു 4-5 സെക്കൻഡ് അങ്ങേയറ്റം മതിയാവും. അതിൽ ഇപ്പൊ ഇതൊരു നല്ല ഇറക്കമല്ലേ, ഇതേ ഒന്ന് സെക്കൻഡ് ഇട്ട് കാണിച്ചു തന്നെ. ഇതിൽ ഇപ്പൊ സെക്കൻഡ് ഇട്ട് കഴിഞ്ഞാല് വഴി ചെറുതായതുകൊണ്ട് നമ്മുടെ വണ്ടിയുടെ സ്പീഡ് കൂടി നമുക്ക് കൺട്രോൾ ചെയ്യണമല്ലോ. അപ്പൊ നമ്മൾ സ്പീഡ് ഇറങ്ങിപ്പോക്കോളും, നമ്മൾ ബ്രേക്ക് ചവിട്ടേണ്ടതായിട്ട് വരും. അന്നേരം ഓട്ടോമാറ്റിക്കലി ഫസ്റ്റ് കൊടുക്കണം. അല്ലാതെ ഇതേ സമയത്ത് നല്ല വീതിയുള്ള നല്ല വഴിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡിലോ തേർഡിലോ സ്മൂത്ത് ആയിട്ട് ഇറങ്ങി പോകാൻ പറ്റും അങ്ങ് വരെ. ഇത് പലരും ചോദിക്കുന്ന സംശയങ്ങളാണ്, അതുകൊണ്ടാണ് ഇതിനൊക്കെ ഒരു മറുപടി പറയുന്നത്. നമ്മുടെ ചാനലിൽ ഒരുപാട് തുടക്കക്കാരാണ്, ഡ്രൈവിംഗ് ഫീൽഡിൽ ഒരുപാട് തുടക്കക്കാരാണ് ഉള്ളത്, അതുകൊണ്ട് അവർക്ക് വേണ്ടിയൊക്കെയുള്ള വീഡിയോ ആണ്. അപ്പം ആ രീതിയിലെ വീഡിയോ കാണുക കേട്ടോ. ഇത്രയും ആൾക്കാർ വന്ന് പറയുന്ന കമന്റിലൊക്കെ എഴുതുന്നുണ്ട്, എന്റെ പൊന്നിയേട്ടാ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, അറിയാവുന്ന കാര്യമൊക്കെ തന്നെ. പക്ഷെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല. നമ്മളൊക്കെ ആണെങ്കിലും ഈ പറയുന്ന ചേട്ടൻ പോലും, ഈ കമന്റ് എഴുതുന്ന ചേട്ടന്മാർ പോലും ആദ്യം വണ്ടി ഓടിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു അല്ലല്ലോ. ഇപ്പൊ എല്ലാവരും പഠിക്കട്ടെ, എല്ലാവർക്കും അറിവുകൾ കിട്ടും, എല്ലാവരും നല്ല ഡ്രൈവർമാരാകണം അല്ലേ. അങ്ങനെ അതിനുവേണ്ടിയാണ് നമ്മുടെ ഓരോ ശ്രമങ്ങളും. അപകടങ്ങൾ പരമാവധി കുറയ്ക്കുക. നമ്മളായിട്ട് ഞാനോ നീയോ നോക്കിയാൽ നാട് നന്നാവുമെന്നുള്ളത് നമുക്കറിയാം. എങ്കിലും നമ്മളാൽ കൊണ്ട് കഴിയുന്നത്, നമ്മളെ കൊണ്ട് പറ്റുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ പറയുന്നു, അറിയാവുന്ന അറിവുകൾ ഇവിടെ പകർന്നു കൊടുക്കുന്നു. അത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഹമ്പൊക്കെ വരുമ്പോഴത്തേനാണ് ചെറിയൊരു വല്ലരിത്തോടാണ് ചെറുതായിട്ട് നമ്മൾ എന്തായാലും സ്ലോ ആക്കുമല്ലോ ഇറങ്ങണം. അന്നേരം നമ്മൾ ആ ബ്രേക്ക് അവിടുന്ന് കൊടുത്ത് ക്ലച്ചും ചവിട്ടി ഫസ്റ്റ് ഗിയറിലിട്ട് പതുക്കെ ഹമ്പ് ഇറങ്ങുന്നു. ആ കൂടെ തന്നെ ക്ലച്ച് അങ്ങ് അയച്ച് വരുന്നു, ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത്. എന്റെ അഭിപ്രായത്തിൽ ഒരു 60% ആൾക്കാർ അങ്ങനെ ഓടിക്കുന്നില്ല എന്നുള്ള എനിക്ക് തോന്നുന്നു കേട്ടോ. അല്ലെ, ആ ഹമ്പ് വരുമ്പോ അങ്ങനെ ഒന്ന് ചാടിച്ചങ്ങ് ഇറക്കിക്കൊണ്ട് പോകത്തേ ഉള്ളൂ അല്ലെ. കൂടുതലും കണ്ടുവരുന്നത് അങ്ങനെയാ. ഒരു കയറ്റത്തെ നിർത്തി വയ്ക്കുക, ആ വണ്ടിക്ക് ക്ലച്ചെ തന്നെ നിർത്താവുന്ന ഒരു സുഹൃത്ത് പോലെ കമന്റ് ചോദിച്ചായിരുന്നു. ഞാൻ പറഞ്ഞ അങ്ങനെ ക്ലച്ചെ തന്നെ നിർത്തുന്നത്, അങ്ങനെ ക്ലച്ച് പരമാവധി ക്ലച്ചിന്റെ ഏത് വാഹനമാണെങ്കിലും നമ്മൾ ക്ലച്ചിന്റെ ഉപയോഗം മാക്സിമം കുറയ്ക്കുക. ക്ലച്ചിന്റെ ഉപയോഗം എന്താ, വാഹനം എടുക്കാൻ നേരത്തും നിർത്താൻ നേരത്തും, അതുപോലെ ഈ പറഞ്ഞ നമ്മൾ കട്ട് വരുമ്പോഴത്തേനുള്ള ആ ഒരു ആവശ്യത്തിന് ഗിയർ ചേഞ്ച് ചെയ്യാനും മാത്രമാണ് ക്ലച്ചിന്റെ ഉപയോഗം അല്ലെ. അല്ലാതെ കയറ്റത്തെ നിർത്തി ബ്രേക്കിന് പകരം ക്ലച്ച് നിർത്തുക എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലച്ചിനില്ല അല്ല, ശരിയല്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ ക്ലച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്ലച്ചിന് കൂടുതൽ തീരുമാനം വരും, ശരിയല്ലേ? ശരിയാ. ക്ലച്ച് പിന്നെ പലരും ക്ലച്ചിൽ ഇങ്ങനെ കാല് വെച്ചോണ്ട് ഓടിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. ഗിയറൊക്കെ വണ്ടി ഇപ്പൊ എടുത്തു കഴിഞ്ഞാലും നമ്മളിപ്പോ ഗിയർ ഇങ്ങനെ മാറിക്കഴിഞ്ഞാലും ക്ലച്ച് കാല് ഇങ്ങനെ ഇരിക്കും, ചുമ്മാ വെറുതെ ചവിട്ടിയിട്ടൊന്നുമില്ല, വെറുതെ. അത് ചവിട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പം വെക്കുന്നത്. പക്ഷെ അത് തെറ്റായ പ്രവണത, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. പാടില്ല. അതുപോലെ തന്നെയാണ് നമ്മള് ഗിയർ ലിവറേൽ ഇങ്ങനെ കൈ വെച്ചുകൊണ്ട് ഓടിക്കും. അതിങ്ങനെ മണിക്കൂറുകളോളം ഗിയർ ലിവറേൽ ഇങ്ങനെ എന്നിട്ട് ഒറ്റ കൈ കൊണ്ട് ഇങ്ങനെ സ്റ്റിയറിംഗ് പിടിച്ച്, അത് ഇതിനകത്ത് ഈ താഴത്തെ ബുഷിന് ഇതിനകത്ത് ടിയർ ആൻഡ് വിയർ ഉണ്ടാവും. നമ്മൾ ഈ ഗിയർ ലിവറിൽ ഇങ്ങനെ കൈ വെച്ച് വണ്ടി ഓടിക്കുമ്പോൾ നമ്മളത് നിസ്സാരമായിട്ടാണ് കാണുന്നത്. പക്ഷെ അത് ഉടനെ അല്ലെങ്കിലും കാലക്രമേണ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ക്ലച്ചിൽ കാല് വെക്കുന്നതും. ഇത് രണ്ടും ഒഴിവാക്കുക. ഇത് രണ്ടും ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. ക്ലച്ച് ഗിയർ മാറേണ്ടപ്പം ഉപയോഗിക്കുക. ഈ അതുപോലെ തന്നെ സ്റ്റിയറിംഗ് രണ്ട് കൈയും സ്റ്റഡി ആയിട്ട് തന്നെ വെക്കുക എപ്പോഴും. അപ്പൊ നമ്മൾ ഈ പല വിദഗ്ധരായിട്ടുള്ള ഡ്രൈവർമാരുടെ വണ്ടികൾ, കാറുകൾ, അവരുടെ സ്വന്തം കാറുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവരുടെ ആ കാറിന്റെ സർവീസ് ഹിസ്റ്ററി ഒക്കെ നോക്കി നമുക്ക് മനസ്സിലാവും അവരുടെ വണ്ടികളൊന്നും ക്ലച്ച് ഇങ്ങനെ സംഭവങ്ങളൊന്നും കംപ്ലൈന്റ് ഇല്ല. എത്രയോ ലക്ഷങ്ങള് കഴിഞ്ഞ ക്ലച്ച് ലിസ്റ്റ് പോകത്തില്ല, ശരിയല്ലേ? ക്ലച്ച് അതൊക്കെ ആ ഒരു ഡ്രൈവിങ്ങിന്റെ രീതി അല്ലെ, ഏത് രീതിയിൽ പഠിക്കുന്നു ആ രീതിയിൽ തന്നെ ആയിരിക്കും. സംഭവം നിസ്സാര കാര്യമാണെന്നുണ്ടെങ്കിലും ഈ ഇതുപോലെ നിസ്സാര കാര്യങ്ങൾ ശ്രദ്ധിച്ചാണ് അവര് വണ്ടി ഓടിക്കുന്നത്. സംഭവം നിസ്സാര, പക്ഷെ അത് അവര് ആ നിസ്സാര കാര്യങ്ങൾ പോലും അവര് അതിൻ്റെതായ പ്രാധാന്യം കൊടുത്തിട്ട് വണ്ടി ഓടിക്കുന്നതുകൊണ്ടാണ് ക്ലച്ചൊക്കെ എത്ര ലക്ഷം കിലോമീറ്റർ ആയാലും മാറാതെ. വണ്ടിക്ക് മെയിൻ്റനൻസ് കുറവായിരിക്കും. സ്വന്തം വണ്ടിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്യാൻ ഒരു പുതിയ വണ്ടിയാണ് എടുക്കുന്നെങ്കിൽ, ഒരു ടാക്സി ഓടാൻ വേണ്ടി ഒരു വണ്ടിയാണ് എടുക്കുന്നതെങ്കിൽ, ഇത് ഈ രീതിയിലൊക്കെ ഉള്ള വാഹനം ഡ്രൈവ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും വണ്ടിക്ക് കംപ്ലൈന്റുകൾ കുറവായിരിക്കും, ശരിയല്ലേ? അതുപോലെ തന്നെയാണ് ഗിയർ ചേഞ്ചിങ്. ചിലര് വന്ന ഗിയറെ തന്നെ ക്ലച്ചൊക്കെ താങ്ങി ഒന്ന് സ്ലോ ആക്കിയിട്ട് പിന്നെ ഗിയർ മാറത്തില്ല, ക്ലച്ചൊക്കെ താങ്ങി എടുത്ത് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് കൊണ്ടുപോകും. അത് വളരെയധികം എന്താ പറയാ, വണ്ടിയുടെ ഇന്ന് ദോഷമാണ് അതൊക്കെ. ശരിയാ. ചിലപ്പം തേർഡ് ഗിയറിൽ പോകുന്ന വണ്ടി സെക്കൻഡ് ഗിയറെ കയറേണ്ട കയറ്റമായിരിക്കും, തേർഡ് ചവിട്ടി പിടിച്ച് വണ്ടിയുടെ പരിപ്പെടുക്കാൻ നോക്കും അല്ലേ?
ഒരുപാട് ആളുകൾ അങ്ങനെ വണ്ടി ഓടിക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. ഗിയർ ഷിഫ്റ്റ് ചെയ്യുക, അതിന് മടിയൊന്നും വിചാരിക്കണ്ട, കറക്റ്റ് ഗിയർ ഇട്ട് കൊടുക്കുക. അതെന്തിനാ നമ്മൾ. പിന്നെ ചിലർക്ക് തെറ്റായ ധാരണയുണ്ട്, ഈ മാക്സിമം ഏത് സമയത്തും ടോപ്പ് ഗിയറിലാണ് വണ്ടി ഓടുന്നെങ്കിൽ മൈലേജ് കൂടുതൽ കിട്ടും എന്നൊരു തെറ്റായ ധാരണയുണ്ട് ചിലർക്ക്. അങ്ങനെ അല്ലേ? പലർക്കും അങ്ങനെ ഉണ്ട്. നമ്മൾ പരമാവധി ടോപ്പ് ഗിയറെ ഓടുകയാണെങ്കിൽ വണ്ടിക്ക് കൂടുതൽ മൈലേജ് കിട്ടും. അതിനോട് എന്നാ നിനക്ക് പറയാനുള്ളത്? തെറ്റായ ധാരണയല്ലേ ഇതൊക്കെ? തെറ്റായ ധാരണ. നമ്മള് സിറ്റുവേഷൻ അനുസരിച്ചുള്ള കറക്റ്റ് ഗിയർ ഇടുക, അത് ഓവർ ആക്സിലറേഷൻ കൊടുക്കാതെ റേസ് ചെയ്യാതെ മര്യാദക്കുള്ള സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് സിറ്റുവേഷൻ അനുസരിച്ച് വണ്ടി ഓടിക്കുക. നമ്മൾ ചിലപ്പോ ഫസ്റ്റ് ഗിയറിലൊക്കെ ഇട്ടിട്ട് അതിന്റെ ആ വണ്ടിയുടെ ഒരു മൂവ്മെന്റും പിന്നെ റോഡിന്റെ സിറ്റുവേഷനും അനുസരിച്ച് ആ ഒരു സ്പീഡിൽ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. അതിന് നമ്മൾ ന്യൂട്രലാക്കിയാല് ഇപ്പൊ ഇറക്കത്താണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വണ്ടി ന്യൂട്രലാക്കി വിട്ട് കഴിഞ്ഞാൽ വണ്ടി പിന്നെ കംപ്ലീറ്റ് നമ്മുടെ ബ്രേക്കേലാണ് വണ്ടിയുടെ കംപ്ലീറ്റ് ലോഡ് നിൽക്കുന്നത്. അതായത് വണ്ടി നമ്മൾ ബ്രേക്കേലാണ് പിന്നെ മൊത്തം വണ്ടി ലോഡ് നിൽക്കുന്നത്. എഞ്ചിനുമായിട്ടുള്ള ബന്ധം നമ്മൾ വിട്ടല്ലോ. നമ്മൾ വണ്ടി ന്യൂട്രലാക്കി കഴിഞ്ഞാൽ അല്ലെ ക്ലച്ച് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിനുമായിട്ടുള്ള ബന്ധം പിന്നെ ഒരു വിടുത്തില്ല. പിന്നെ വീലെല്ലാം ഫ്രീ ആ കറങ്ങുന്നത്. അപ്പൊ ഇറക്കത്ത് വെച്ച് നമ്മൾ വീല് ഫ്രീ ആയിട്ട് പറയുമ്പോഴത്തേക്കും വണ്ടി ഓട്ടോമാറ്റിക് സ്പീഡ് കൂടും. അന്നേരം നമ്മൾ ബ്രേക്കിനെ ആശ്രയിക്കും. അപ്പൊ നമ്മുടെ ബ്രേക്ക് ലൈൻഡർ പോവും. പോകുന്നത് മാത്രമല്ല, ഇപ്പൊ നല്ല ഇറക്കമൊക്കെ ആണെങ്കിൽ കുറെ നേരം ചവിട്ടി പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡ് ചൂടാവും. ചൂടായി കഴിഞ്ഞാൽ അതിന്റെ ആ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുവായി. എന്നിട്ട് അതിന്റെ സ്വഭാവം മാറിയിട്ട് വെള്ളം പോലെ ആവും. അപ്പോഴത്തേക്കും ചൂടായി കഴിയുമ്പോഴത്തേക്കും പിന്നെ ബ്രേക്ക് ഫ്ലൂയിഡ് ആയിട്ടല്ല അത് വർക്ക് ചെയ്യുന്നത്, അതിന്റെ സ്വഭാവം രീതി മാറുക. പിന്നെ നമുക്ക് ബ്രേക്ക് ചവിട്ടിയാൽ കിട്ടത്തില്ല. പിന്നെ അത് തണുത്ത് കഴിയുമ്പോൾ ഓക്കെ ആവും, നമ്മൾ വണ്ടി നിർത്തിയിട്ട്. പക്ഷെ അതിന് മുന്നേ എത്രയോ അപകടം ചിലപ്പോൾ നടക്കാം, റിസ്ക് അല്ലേ. അപ്പോൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ബ്രേക്ക് ഇപ്പോൾ ഫ്യൂവൽ ലാഭിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അന്നേരം നമ്മൾ ഫ്യൂവൽ ലാഭിക്കാൻ വേണ്ടിയിട്ട് ന്യൂട്രൽ അടിച്ചു വിടുമ്പോൾ നമ്മുടെ ബ്രേക്കിൽ ഉള്ള വീർ ആൻഡ് ടീർ വരികയാണ്. നമ്മുടെ ഡിസ്ക് ചൂടാകുന്നു, അതുപോലെ ഫ്ലൂയിഡ് ചൂടാവുന്നു, ബ്രേക്ക് നഷ്ടപ്പെടാൻ കാരണമാകുന്നു. അതിലൊക്കെ ഭേദം ഗിയറിൽ ഇറങ്ങി വരുന്നതല്ലേ. നമുക്ക് ഇച്ചിരി ഡീസൽ, ഡീസൽ നമുക്ക് അടിക്കാം. പിന്നെ നമ്മുടെ ഇതുപോലെയുള്ള നഷ്ടങ്ങൾ ഭയങ്കര നഷ്ടങ്ങൾ തന്നെയല്ലേ അവര്, ചിലപ്പോ അപകടങ്ങളും കൂടെ അല്ലേ അത്. അതുപോലെ തന്നെ ചിലർ മിക്കവാറും ആളുകളെ ഈ നല്ല ഇറക്കമൊക്കെ ആണെങ്കിലും വണ്ടി കാറൊക്കെ ആണെങ്കിലും നിറച്ച് യാത്രക്കാരൊക്കെ ഉണ്ടെങ്കിലും ആ ടോപ്പ് ഗിയറിൽ തന്നെ ഇറങ്ങി വരും. അവരുടെ വരവ് കാണുമ്പോൾ നമുക്കറിയാം ഏത് ഗിയറിൽ പോകത്ത് വരും. പക്ഷെ അവര് ബ്രേക്ക് കണ്ടീഷൻ ഇപ്പൊ നല്ല വണ്ടിയൊക്കെ ആണെങ്കിൽ അവർ കൂടും, പുതിയ വണ്ടിയൊക്കെ ആണെങ്കിൽ. പക്ഷെ അതിനകത്ത് പുതിയ വണ്ടിന്ന് പഴയ വണ്ടിയൊന്നും ഒന്നുമില്ല, അപകടം വരാൻ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഒന്നുമില്ല. പുതിയ വണ്ടിയാണെങ്കിലും പഴയതാണെങ്കിലും സിസ്റ്റം ഒന്ന് തന്നെയാണ്. അപകടങ്ങൾ എപ്പോഴും സംഭവിക്കാം. നമ്മൾ ഓടിക്കുന്ന രീതിയിൽ മര്യാദയ്ക്ക് ഓടിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിനകത്ത് ശ്രദ്ധിച്ച് ഓടിക്കുക, എപ്പോഴും സൂക്ഷിച്ച്. ഒരു അപകടം എപ്പോഴും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി ഓടിക്കുന്നത്.